വർഷം 1925 ജനുവരി 30. തന്റെ ആഗ്രഹമായ ഗുഹാപരിവേഷത്തിനിടെ 38 വയസ്സുകാരനായ അയാൾ കുടുങ്ങിയത് 60 അടി താഴെയുള്ള പാറകൾക്കുള്ളിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കയിലെ കെന്റക്കിയിൽ നടന്ന 45 മണിക്കൂർ പാറകൾക്കുള്ളിൽ ഇരുട്ടിൽ കുടുങ്ങിക്കിടന്ന ഫ്ലോയ്ഡ് കോളിൻസ് എന്ന മനുഷ്യന്റെ യഥാർത്ഥ കഥയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊന്ന് ചെയ്യുക. അപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം. വർഷം 1887 ജൂൺ 20 അമേരിക്കയിലെ ലോഗൻ കെന്റക്കിയിലാണ് ഫ്ലോയ്ഡ് കോളിൻസ് എന്ന മനുഷ്യൻ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ കോളിൻസിന് ഗുഹകൾക്കുള്ളിൽ പരിവേഷണം ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അവന്റെ വീടിന്റെ അടുത്തുള്ള പല ചെറിയ ഗുഹകളിലും മണിക്കൂറുകളോളം സമയം ചെലവഴിക്കും. ചില സമയങ്ങളിലാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. കോളിൻസിന്റെ ചെറുപ്പകാലത്ത് ഇത്തരം ഗുഹാ പരിവേഷണം, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത് അന്ന് വളരെ ലാഭമുള്ളതും മത്സര ബുദ്ധിയുമുള്ള ഒരു ബിസിനസ് ആയിരുന്നു. അങ്ങനെ 1925 സ്റ്റാൻഡി കേവ് എന്ന് പേരുള്ള ഒരു ഗുഹ കോളിൻസ് ആദ്യമായി കണ്ടെത്തുന്നത്. അന്ന് കോളിൻസിന്റെ പ്രായം വെറും 38 വയസ്സായിരുന്നു. സിറ്റിയിൽ നിന്ന് വളരെ കുറച്ച് മീറ്റർ മാത്രം അകലെയാണ് ഈ ഗുഹ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ജിപ്സം ക്രിസ്റ്റലുകൾ നിറഞ്ഞ ഒരു ഭംഗിയുള്ള ഭാഗമുണ്ടായിരുന്നു. ഈ ഗുഹ മറ്റു ഗുഹകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയേറെ മനോഹരമാണെങ്കിലും ഇതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് വളരെയേറെ അപകടം നിറഞ്ഞതായിരുന്നു. അങ്ങനെ കോളിൻസ് ഇതിനകത്തേക്ക് ഇറങ്ങാനായി ദിവസങ്ങളോളം, ആഴ്ചകളോളം ഇതിനകത്തുള്ള മണ്ണും കല്ലുമെല്ലാം നീക്കം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ 1925 ജനുവരി 30 മുമ്പ് പറഞ്ഞ പോലെ കോളിൻസ് കുടുങ്ങിപ്പോയ ആ ദിവസം കോളിൻസ് സ്റ്റാൻഡേർഡ് കേവിനകത്തേക്ക് കയ്യിലൊരു മണ്ണെണ്ണ വിളക്കുമായി ഇറങ്ങാൻ തുടങ്ങി. 5 അടി മാത്രം വീതിയുള്ള വളരെയേറെ ഇടുങ്ങിയൊരു ഗുഹയാണത്. ഈ ഗുഹക്കുള്ളിൽ കോളിൻസിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആകെ താൻ മുകളിൽ നിന്ന് കൊണ്ടുവന്ന ആ മണ്ണെണ്ണ വിളക്ക് മാത്രമായിരുന്നു. ഗുഹക്കടിയിലേക്ക് താഴേക്കിറങ്ങിയപ്പോൾ അവൻ മുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഉണ്ടായിരുന്നത് മൂർച്ചയേറിയ പാറ കഷ്ണങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ട്. കോളിൻസ് അങ്ങനെ സാവധാനം അതിനകത്തേക്ക് ഇഴഞ്ഞു നീങ്ങി ടേൺ എറൗണ്ട് ഏരിയ എന്ന് പേരുള്ള ഒരു ഭാഗത്തേക്ക് എത്തി. എത്ര പരിചയമുള്ള ഗുഹാ പരിവേഷകർ ആണെങ്കിൽ പോലും ഭയം കാരണം തിരിച്ചു മുകളിലേക്ക് പോകുന്ന ഒരു ഭാഗമാണിത്. ഇതുകൊണ്ടാണ് ഈ ഗുഹക്കുള്ളിലെ ഈ ഭാഗത്തിന് ടേൺ എറൗണ്ട് ഏരിയ എന്ന പേര് വന്നത്. കാരണം ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ വളരെയേറെ ഇടുങ്ങിയ വഴിയിലൂടെ വേണം കോളിൻസിന് മുന്നോട്ട് പോകാനായിട്ട്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും നേരങ്ങത്തിൽ പോകാൻ കഴിയാത്ത അത്രയും ഇടുങ്ങിയ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു വഴിയാണിത്. കോളിൻസ് പതിയെ അതിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിയിലുള്ള കൂർത്ത പാറകൾ കാരണം അവന്റെ ഷർട്ട് അതിൽ കുളത്തി മുന്നോട്ട് പോകാനായിട്ട് അവൻ വലിയ പ്രയാസങ്ങൾ നേരിട്ടു. കാലുകൾ കൊണ്ട് പിന്നിലേക്ക് തള്ളി ആ ഇടുങ്ങിയ വഴിയിലൂടെ കോളിൻസ് മുന്നോട്ട് നടന്ന് കുറച്ച് വീതിയുള്ള, അവന് നേരെ നിവർന്നു നിൽക്കാൻ പാകത്തിനുള്ള ഗുഹയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി. അവിടെ നിന്ന് കോളിൻസിന്റെ ലക്ഷ്യസ്ഥാനമായ ജിപ്സം ക്രിസ്റ്റലിന്റെ അടുത്തേക്ക് ഇനിയും എത്തണമെങ്കിൽ ഇനിയും അവിടെ നിന്ന് 10 അടി താഴേക്ക് ഇറങ്ങണമായിരുന്നു. അവന്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ പാറയിൽ കയറുകെട്ടി ഈ പറഞ്ഞ താഴേക്ക് 10 അടി താഴ്ചയുള്ള ആ കുഴിയിലേക്ക് അയാൾ അങ്ങനെ ഇറങ്ങി. അതിന്റെ മറുഭാഗത്തായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ജിപ്സം ക്രിസ്റ്റലുള്ള ആ ഭാഗമുള്ളത്. ആ ഭാഗത്തേക്ക് എത്താനായിട്ട് വീണ്ടും കോളിൻസ് ഗുഹക്കുള്ളിൽ ഇരുന്നു തന്നെ മണ്ണും കല്ലുകളും മാറ്റാൻ തുടങ്ങി. മുന്നോട്ട് പോകും തോറും അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് കോളിൻസ് ഒരിക്കലും വിചാരിക്കാത്ത ആ സംഭവം നടക്കുന്നത്. തന്റെ കയ്യിലുള്ള മണ്ണെണ്ണ വിളക്ക് പാറകളിൽ തട്ടി കേടുവന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ ആ ഇരുണ്ട ഗുഹക്കുള്ളിൽ ഒറ്റക്കാണ്. പ്രകാശമില്ലാതെ, വെളിച്ചമില്ലാതെ ഇനി ഗുഹക്കുള്ളിലേക്ക് പോകാൻ സാധിക്കില്ലെന്നറിഞ്ഞവൻ തിരിച്ച് ഗുഹക്ക് പുറത്തേക്ക് പോരാനായിട്ട് ഒരുങ്ങി. എന്നാൽ പെട്ടെന്ന് ഇരുട്ടിൽ കാണാതെ അവൻ ചെന്ന് പിടിച്ച ഒരു പാറ കഷ്ണം താഴേക്ക് വീണു. അത് വന്ന് വീണത് അവന്റെ ഇടത്തെ കാലിലായിരുന്നു. തന്റെ മറ്റേ കാല് ഉപയോഗിച്ച് കോളിൻസ് ആ പാറ കഷ്ണം നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുഹക്കുള്ളിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ആ പാറ കഷ്ണം ഗുഹയുടെ ഒരു ഭാഗത്തും തന്റെ കാലിന്റെയും ഇടയിൽ കുടുങ്ങിക്കിടന്നു. വേദന കൊണ്ട് കോളിൻസ് കാല് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കല്ലിളകുമ്പോൾ വീണ്ടും മുകളിൽ നിന്ന് ചെറിയ പാറ കഷ്ണങ്ങൾ അവന്റെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോളിൻസിന് ഇപ്പോൾ അനങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കോളിൻസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ഗുരുതരമാണ്. പാറയിൽ കുടുങ്ങിയ കാലിന്റെ വേദനയും വളരെ കൂടി വന്നു. ഈ സമയത്ത് കോളിൻസിന്റെ മുന്നിലുണ്ടായിരുന്നത് ഒരേ ഒരു വഴി മാത്രമാണ്, സഹായത്തിനായി ഉറക്കെ നിലവിളിക്കുക. ഭൂനിരപ്പിൽ നിന്ന് താഴേക്ക് 60 അടി താഴ്ചയിലാണ് ഇപ്പോൾ കോളിൻസ് കുടുങ്ങിക്കിടക്കുന്നത്. മണിക്കൂറുകളോളം കോളിൻസ് ഉറക്കെ നിലവിളിച്ചെങ്കിലും പുറത്തുനിന്ന് ആരും കേട്ടില്ല. ഒടുവിൽ
അവൻ ക്ഷീണിച്ച് അങ്ങനെ മയങ്ങിപ്പോയി. വേദന സഹിക്കാൻ വയ്യാതെ ഉണർന്ന കോളിൻസ് വീണ്ടും ഉറക്കെ നിലവിളിച്ചു. ഏകദേശം 23 മണിക്കൂറായി ഇപ്പോൾ കോളിൻസ് ആ ഗുഹക്കുള്ളിൽ അകപ്പെട്ടിട്ട്. ഇതേ സമയം കോളിൻസിന്റെ വീട്ടിൽ അവൻ തിരിച്ചെത്താത്തത് കൊണ്ട് ആ വീട്ടിലെ ആളുകൾ ആകെ പേടിച്ചു. അവനെ തിരഞ്ഞുകൊണ്ട് അവന്റെ അമ്മയും അമ്മാവനും അവന്റെ അനിയനായ ഹോമർ കോളിൻസും ആ ഗുഹയുടെ അടുത്തെത്തി. ഗുഹയുടെ പുറത്ത് കോളിൻസിന്റെ കോട്ടും തൊപ്പിയും ഇരിക്കുന്നത് അവർ കണ്ടു. ഇതോടുകൂടി കോളിൻസ് ഈ ഗുഹക്കുള്ളിൽ തന്നെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കോളിൻസ് ഗുഹക്കുള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് അനിയനായ ഹോമർ കോളിൻസ് അതിനകത്തേക്ക് തലയിട്ട് ഉറക്കെ അവന്റെ പേര് വിളിച്ചു. അകത്ത് കുടുങ്ങി കിടക്കുന്ന കോളിൻസിന് തന്റെ അനിയന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. പക്ഷെ വേദന കൊണ്ട് ക്ഷീണിച്ച അവന് താൻ ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ട് കഴിയുമായിരുന്നില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള വേദനാജനകമായ ശബ്ദം കേട്ട ഹോമറിന് തന്റെ അനിയൻ കോളിൻസ് ഇതിനകത്തുണ്ട് എന്ന് ഉറപ്പായി. ഹോമർ വേഗം അതിനകത്ത് നിന്നും പുറത്തേക്ക് വന്ന് കോളിൻസ് ഇതിനകത്തുണ്ടെന്ന് പുറത്തുള്ള അവന്റെ അമ്മയെയും അമ്മാവനെയും അറിയിച്ചു. തുടർന്ന് അവൻക്ക് കഴിക്കാനായിട്ടുള്ള കുറച്ച് ഭക്ഷണവും വെള്ളവും എടുത്ത് കോളിൻസിന്റെ അടുത്തേക്ക് ഹോമർ ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ഹോമർ കോളിൻസിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായി ഒരു സാൻഡ്വിച്ചും ചൂട് കാപ്പിയും നൽകി. അത് കഴിഞ്ഞ് അവനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ ആലോചിച്ചു. എന്നാൽ ആ ഒരു ഭാഗത്തെ സാഹചര്യം ഇപ്പോൾ വളരെ അപകടം നിറഞ്ഞതാണ്. ഒരു മിനിറ്റ് പോലും കോളിൻസിന്റെ അടുത്ത് ഹോമറിന് നിൽക്കുക എന്നത് വളരെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി. കോളിൻസിന്റെ കാലിന്റെ മുകളിൽ വലിയൊരു പാറ വീണ് കിടക്കുകയാണ്. അതിനു ചുറ്റും ചെറിയ കല്ലുകളും അതിനു മുകളിലായി എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീണ് പതിക്കാൻ സാധ്യതയുള്ള വലിയ പാറകളും ഉണ്ടായിരുന്നു. ഗുഹയുടെ വഴി പൊതുവെ വളരെ ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് പൊതുവെ രണ്ട് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ആദ്യം ഹോമറിന് തന്റെ കാൽ ആദ്യം ഗുഹയുടെ അടിയിലേക്ക് വെച്ച് ഗുഹയിലേക്ക് ഇറങ്ങാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് തല കീഴായി താഴേക്ക് ഇറങ്ങുക. ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ കോളിൻസിന്റെ അടുത്തേക്ക് വേഗത്തിലെത്താം. പക്ഷെ തല കീഴായി നിന്നുകൊണ്ട് ഹോമർ വലിയ പാറ കഷ്ണങ്ങൾ മാറ്റേണ്ടി വരും. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നാൽ ഗുഹയുടെ വലുപ്പം ഗുഹ വളരെ ഇരുണ്ടതായിരുന്നു. ഏകദേശം 8 മണിക്കൂറുകളോളം ഹോമർ തല താഴ്ത്തി പിടിച്ച് കല്ലുകൾ മാറ്റാൻ നോക്കിയെങ്കിലും മുകളിൽ നിന്ന് വീണ്ടും ചെറിയ ചെറിയ കല്ലുകൾ കോളിൻസിന്റെ ദേഹത്തേക്ക് വീണുകൊണ്ടിരുന്നു. അതോടെ ഹോമറിന്റെ 8 മണിക്കൂറത്തേക്കുള്ള അധ്വാനം വെറുതെയായി. താൻ തന്നെ രക്ഷിക്കുമെന്ന് കോളിൻസിനോട് പറഞ്ഞ് ഹോമർ വീണ്ടും ഗുഹക്ക് പുറത്തേക്ക് പോകുന്നു. കോളിൻസ് ഇപ്പോൾ ഗുഹക്കുള്ളിൽ കുടുങ്ങിയിട്ട് ഏകദേശം 45 മണിക്കൂറിലധികം സമയം കഴിഞ്ഞു. ഹോമർ ഗുഹക്കുള്ളിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഗുഹക്ക് പുറത്ത് 100 കണക്കിന് ആളുകൾ കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷ ഹോമർ തന്റെ കോളിൻസിനെ രക്ഷിക്കുമെന്നായിരുന്നു. കോളിൻസ് ഗുഹക്കുള്ളിൽ കുടുങ്ങിയ ആ അപകട വാർത്ത വളരെ വേഗത്തിൽ തന്നെ കാട്ടുതീ പോലെ ആ നഗരം മുഴുവൻ പടർന്നു. പല മാധ്യമ പ്രവർത്തകരും ആ ഭാഗത്തേക്ക് എത്തി. പല മാധ്യമ പ്രവർത്തകരും ഹോമറിനോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. ആ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ വില്യം മില്ലർ എന്ന പേരുള്ള ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു. അയാൾ ഹോമറിനെ അഭിമുഖം ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചു. ദേഷ്യം വന്ന ഹോമർ അയാളോട് പറഞ്ഞു, എന്നോട് ഇത്തരം മണ്ടം ചോദ്യങ്ങൾ ചോദിക്കാതെ നീ പോയി ഗുഹക്കുള്ളിൽ കുടുങ്ങി കിടക്കുന്ന കോളിൻസിനോട് പോയി ചോദിക്ക്. ഇത് കേട്ട പത്രപ്രവർത്തകനായ വില്യം മില്ലർ ക്യാമറയുമായി ആ ഗുഹക്കുള്ളിലേക്ക് ഇറങ്ങാനൊരുങ്ങി. അയാൾ പതുക്കെ പതുക്കെ ഗുഹയുടെ ഇരുണ്ട ചുമരുകൾക്കിടയിലൂടെ കോളിൻസിന്റെ അരികിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ അയാൾ ഗുഹക്കുള്ളിലേക്ക് ഇറങ്ങിയത് കോളിൻസിനെ രക്ഷിക്കാനായിരുന്നില്ല, തന്റെ ചാനലിന്റെ TRP റേറ്റ് കൂട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലും ക്രൂരനായ അയാൾ കോളിൻസിനെ രക്ഷിക്കാതെ തന്റെ ക്യാമറ ഉപയോഗിച്ച് ആ ദൃശ്യങ്ങൾ തത്സമയം പടർത്തി. കോളിൻസ് ഈ സമയം ഒന്നും സംസാരിക്കാൻ കഴിയാതെ മരണത്തോട് പോരാടുകയായിരുന്നു. അങ്ങനെ ഗുഹക്കുള്ളിൽ നിന്നും പുറത്തു വന്ന ആ പത്രപ്രവർത്തകൻ കോളിൻസിന്റെ വാർത്ത പുറത്തുവിട്ടു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അമേരിക്ക ആകെ ഈ വാർത്ത പടർന്നു. വളരെ ദൂരത്ത് നിന്ന് പോലും ആളുകൾ ട്രെയിനും വിമാനത്തിലും വരെ ഈ ഗുഹക്ക് മുന്നിലേക്ക് വരാൻ തുടങ്ങി. പലരും കോളിൻസിനെ രക്ഷിക്കുന്ന കാഴ്ച കാണാനായിട്ടാണ് അവിടേക്ക് എത്തിയത്. ഈ അവസരം മുതലെടുത്ത് പല കച്ചവടക്കാർ വരെ അവിടേക്ക് കച്ചവടം ചെയ്യാനെത്തി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹക്കുള്ളിൽ ഒരാൾ മരണത്തോട് പോരാടുമ്പോൾ ഗുഹക്ക് പുറത്ത് ഒരു പെരുന്നാൾ ആഘോഷം എന്ന പോലെയായിരുന്നു ആളുകൾ തടിച്ചു കൂടിയിരുന്നത്. ഈ സമയത്താണ് റോബർട്ട് എന്നു പേരുള്ള ഒരു ഫയർമാൻ ആ ഭാഗത്തേക്ക് വരുന്നത്. അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കി. ഗുഹക്കുള്ളിലേക്ക് ഇറങ്ങി കോളിൻസിന്റെ അരഭാഗത്ത് ഒരു കയറ് കെട്ടി അതിലൂടെ വലിച്ചെടുക്കാം എന്നായിരുന്നു അയാളുടെ പദ്ധതി. അങ്ങനെ അയാൾ ഗുഹക്കുള്ളിലേക്ക് ഇറങ്ങി കോളിൻസിന്റെ അരഭാഗത്ത് കയറ് കെട്ടി. പുറത്തുള്ള ആളുകൾക്ക് വലിക്കാനായി കയറിന്റെ മറ്റേ ഭാഗം പുറത്തേക്ക് എറിഞ്ഞു. അധികം വൈകാതെ തന്നെ ആ പ്ലാൻ പരാജയപ്പെട്ടു. കാരണം പുറത്തുകൂടിയ ജനക്കൂട്ടത്തിന്റെ ഭാരം കാരണം ഗുഹയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണു. ഇതോടുകൂടി കോളിൻസിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരേ ഒരു വഴി മണ്ണ് വീണ് എന്നേക്കുമായി അതവിടെ അടഞ്ഞുപോയി. ഇനി എല്ലാവരുടെയും മുന്നിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു വഴി മാത്രമാണ്. കോളിൻസ് ഇപ്പോൾ
കിടക്കുന്നത് ഏകദേശം 60 അടി താഴ്ചയിലാണ്. ഇതിന് സമാനമായി ഈ ഗുഹയുടെ തൊട്ടടുത്ത് മറ്റൊരു കുഴി നിർമ്മിച്ച് അതിലൂടെ കോളിൻസിനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഇത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരുപാടധികം സമയം ഇതിനു വേണ്ടി വരും. അത്രയും സമയം കോളിൻസ് ഇതിനകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നത് പോലും പുറത്തുള്ള ആളുകൾക്ക് സംശയമായിരുന്നു. ചില കണക്കുകൂട്ടലുകൾ പ്രകാരം അവർ താഴേക്ക് ഖനനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഖനനം നടക്കുന്നതിനിടെ ഒടുവിൽ മഴയും പെയ്തു. ഇതോടുകൂടി ഖനനം താൽക്കാലികമായി അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. എന്നാലും മഴ തോർന്ന് വീണ്ടും അവർ തങ്ങളുടെ ഖനനം കുഴി കുഴിക്കുന്നത് ആരംഭിച്ചു. ഏകദേശം 30 മണിക്കൂർ നീണ്ട ഖനനത്തിനൊടുവിൽ കുഴി കുഴിക്കുന്നതിന് ഒടുവിൽ അവരങ്ങനെ കോളിൻസിന്റെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്കും കോളിൻസിന്റെ ശരീരത്തിന് യാതൊരു അനക്കമോ ചലനമോ ഇല്ലായിരുന്നു. അയാൾ എന്നേക്കുമായി മരണപ്പെട്ടിരുന്നു. ചില കണക്കുകൂട്ടലുകൾ പ്രകാരം 17 ദിവസത്തോളം കോളിൻസ് ആ ഗുഹക്കുള്ളിൽ കിടന്നുകൊണ്ട് ജീവനായി പോരാടി. ഒടുവിൽ അതിനകത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ അവന്റെ മൃതദേഹം പുറത്തെടുത്ത് ഈ ഗുഹയുടെ ഒരു ഭാഗത്തായിട്ട് തന്നെ അതിനെ സംസ്കരിച്ചു. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.